Good morning. Good morning. Morning, Morning. Morning. Morning, ma'am. Morning. Okay, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ? ഓക്കെ, നമ്മള് കുറച്ച് സിംബൽസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ നമുക്ക്. ഇത്ര വരെ ഓക്കെ അല്ലേ? സിംബൽസ് ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ആണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് കേട്ടോ. ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വാഹനം കടന്നു പോകുമ്പോൾ ആംബുലൻസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? അറിയാൻ പറ്റുമോ? ആംബുലൻസിന്റെ പ്രത്യേകത എന്താ? എന്തൊക്കെ ഉണ്ടാവും ആംബുലൻസിന്? ആംബുലൻസ് നമ്മൾ റോഡിലൂടെ കടന്നു പോകുമ്പോ സൗണ്ട് അല്ലേ? ഓക്കെ, സൈറൻ ഉണ്ടാവും അല്ല? ഓക്കെ, പിന്നെന്താണ്? പിന്നെന്തൊക്കെ ഉണ്ടാവും? സൗണ്ട് ഉണ്ടാവും. പിന്നെന്തൊക്കെ ഉണ്ടാവും? ലൈറ്റ്. വെരി ഗുഡ്, ലൈറ്റുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെന്തുണ്ടാവും? നമ്മൾ പഠിച്ചത് ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? ആംബുലൻസിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടാവുമല്ലോ, സിംബൽസ് ഉണ്ടാവില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സിംബൽസുകൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ലൈറ്റിനെ പാസീവ് വിഷ്വൽ വാർണിംഗ്സ്, ഓഡിബിൾ വാർണിംഗ്സ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്നിങ്ങനെ 3 തരത്തില് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കാറുണ്ട്. ആംബുലൻസില് 3 തരത്തിലാണ് വാർണിംഗ്സുകൾ, ലൈറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. പാസീവ് വിഷ്വൽ വാർണിംഗ്സും ഓഡിബിൾ വാർണിംഗ്സും ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സും ഇതിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ആ വാഹനത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള സിംബൽസ് നമ്മൾ പഠിച്ചല്ലേ? റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, അതുപോലെ എന്താണ് സ്റ്റാർ ഓഫ് ലൈഫ്, അതുപോലെ എന്താണ് ഈ എന്താണ് ബച്ചൻബർഗ് അല്ലെ? ബച്ചൻബർഗ് മാർക്കിങ്, ഇതുപോലെയുള്ള പെയിന്റിങ്സുകള്, അതുപോലുള്ള ഡിസൈനുകള്, കളർ കോൺട്രാസ്റ്റ് അല്ലെ? എന്താണ് ഗ്രീനും യെല്ലോയും തരത്തിലുള്ള കളർ കോൺട്രാസ്റ്റ് പോലുള്ള ഡിസൈൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഡിസൈൻസും സിംബൽസ് ഒക്കെ ഈ പാസീവ് വിഷ്വൽ വാർണിംഗ്സിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ആ വാഹനം പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് പുറത്തെ ചില സിംബൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ആ വാഹനത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള സിംബൽസ് ഉണ്ടാവും. ആ സിംബൽസിനെയാണ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആർ generally part of the design of vehicle and the use of high contrast patterns are involved. അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലെ, പാസീവ് വിഷ്വൽ വാർണിംഗ്സിന്റെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഡിസൈൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോയും ഗ്രീനും വെച്ചിട്ടുള്ള കോൺട്രാസ്റ്റ് കളറിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ്? ഓൾഡർ ആംബുലൻസ് are more likely to have their pattern paint on, whereas modern ambulance normally carry retro-reflective designs which reflect light from car headlights or dots. എന്താണ്? ഓൾഡർ പഴയ കാലത്തുള്ള ആംബുലൻസിലാണെങ്കിൽ ഇത്തരത്തില് പെയിന്റ്, ഇത്തരത്തിലുള്ള കളറ് വെച്ചിട്ട് പെയിന്റ് ആണ് ചെയ്തിരുന്നത്. മോഡേൺ ടൈപ്പിലുള്ള ആംബുലൻസിൽ എങ്ങനെയാണ്?
റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കളർ കോൺട്രാസ്റ്റുകൾ എന്താണ് പെയിന്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ ലൈഫ് ആയപ്പോ മോഡേൺ ആംബുലൻസിൽ എന്താണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് റിഫ്ലക്ട്, എന്താണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനിന്റെ പ്രത്യേകതകള്? വിച്ച് റിഫ്ലക്ട് ലൈറ്റ് ഫ്രം കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ച്. ഇവിടെ പറയുന്നത് രാത്രികാലങ്ങളിലുള്ള പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അപ്പോ മോഡേൺ ആംബുലൻസിൽ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. രാത്രികാലങ്ങളിലാകുമ്പോൾ കാറിന്റെ ഹെഡ്ലൈറ്റ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ടോർച്ച്, ഏതെങ്കിലും ഇപ്പോ വഴിയാത്രക്കാരനൊക്കെ ടോർച്ച് അടിച്ച് പോവാറുണ്ടല്ലോ. അപ്പൊ ആ ടോർച്ചിന്റെ ബേസിൽ ടോർച്ച് അടിക്കുന്നത് കണ്ടിട്ട് എന്താണ് നമുക്കത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിസൈനുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഒക്കെ ആണോ? പണ്ട് കാലങ്ങളില് ഇത്തരത്തിലുള്ള ഡിസൈൻസ് പെയിന്റ് ആണ് ചെയ്തിരുന്നത്. മോഡേൺ ആംബുലൻസ് ആയപ്പോ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറിന്റെ ഹെഡ്ലൈറ്റുകള് അതുപോലെയുള്ള വെളിച്ചത്തില്, അതുപോലെ തന്നെ ടോർച്ചിന്റെ വെളിച്ചത്തിലൊക്കെ നമുക്ക് ആ ഡിസൈൻ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആംബുലൻസ് ആണ് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ് another passive marking from the word ambulance in reverse on front of the vehicle. നമ്മൾ കാണാറുണ്ട് അല്ലെ, ആംബുലൻസ് എന്ന് എഴുതിയിട്ട് റിവേഴ്സ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇല്ലേ? ആണോ? കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കുന്നത്? ആംബുലൻസ് എന്ന് തിരിച്ചെഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ് മിററിൽ കാണാൻ വേണ്ടിയിട്ടല്ലേ? എന്താണ് മുന്നിൽ പോകുന്ന വാഹനത്തിന് അത് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തല തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? This enables the drivers of other vehicles to simply identify the approaching ambulance in their rear view mirror. Ambulance may display the name of their owner or operator. ഇനി നമ്മൾ കാണാറുണ്ടല്ലേ, ഇപ്പോ ആംബുലൻസിൽ ഇപ്പോ എന്താണ് ഓണറിന്റെ നെയിം, അല്ലെങ്കിൽ എന്താണ് ചാരിറ്റി ബേസ് ചെയ്തിരിക്കുന്ന ടൈപ്പിൽ, അല്ലെങ്കിൽ ചാരിറ്റിയുടെ ഒക്കെ ആണെങ്കിൽ കാരുണ്യ, അല്ലെങ്കിൽ എന്താണ് സാന്ത്വനം എന്നൊക്കെ എഴുതാറില്ലേ? എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആംബുലൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഓണറിന്റെ പേരോ അല്ലെങ്കിൽ ഇപ്പൊ കാരുണ്യ, സാന്ത്വനം എന്നൊക്കെ ആണെങ്കിൽ എന്താണ് ചാരിറ്റിയുടെ ബേസിലാണ് ആംബുലൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് എമർജൻസി ടെലിഫോൺ നമ്പർ ഫോർ ആംബുലൻസ് സർവീസ്. എന്താണ് ടെലിഫോൺ നമ്പറും എഴുതി വെക്കാറുണ്ട് അല്ലെ? പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കേസുകളോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വിളിക്കാനായിട്ട് ടെലിഫോൺ നമ്പർ ആ വാഹനത്തിന്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവും, വാഹനത്തിന്റെ മുൻപിൽ. അതുപോലെ തന്നെ എന്താണ് ആംബുലൻസ് may also have a symbols displayed. ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിംബിൾസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? റെഡ് ക്രസന്റ്, റെഡ് ക്രോസ്, അതുപോലെ സ്റ്റാർ ഓഫ് ലൈഫ്, ഇതൊക്കെ എന്തിലുണ്ടാവും? ആംബുലൻസിന്റെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാല്? സിമ്പിൾ അല്ലേ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് സിംബൽസ് ആണല്ലേ? ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ പുറത്ത് കുറച്ച് സിംബൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഇനി പണ്ട് കാലങ്ങളില് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് അല്ലെങ്കിൽ ഈ ഡിസൈനുകള് പെയിന്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നീട് മോഡേൺ ടൈം ആയപ്പോ എന്താണ് അത് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനിലോട്ട് വന്നു. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? രാത്രികാലങ്ങളില് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ്സോ അല്ലെങ്കിൽ ടോർച്ച് അതിന്റെ ബേസിലോ നമുക്ക് ഇത് റിഫ്ലക്ട് ചെയ്ത് ആംബുലൻസ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആംബുലൻസ് ആണെന്ന് അതിന്റെ എന്താണ് ആൽഫബറ്റ്സ് ഒക്കെ തലതിരിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ടില് പോകുന്ന വാഹനങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ, വിറകിലൂടെ അത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ
ഈ ഓണറിന്റെ പേരോ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ചാരിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഈ സർവീസ് നടത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരോ അല്ലെങ്കിൽ സാന്ത്വനമെന്നോ കാരുണ്യെന്നോ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേരുകളും കാണാം. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പേഴ്സ്, എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവറുടെ ആ ടെലിഫോൺ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ആ വാഹനത്തില്. അതുപോലെ തന്നെ ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സിംബൽസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് 3 പോയിന്റ്സുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പാസീവ്, വിഷ്വൽ, വാർണിംഗ്സ്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. Good morning. Clear ആയോ? Passive, visual warnings. Okay, ഇനി next ആണ് active visual warnings കേട്ടോ. Okay, usually the visual signals for the task are in the shape of flashing lights. അല്ലെ, നമ്മൾ കാണാറുണ്ടല്ലേ ഫ്ലാഷിംഗ് ലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ് അല്ലെ. ആംബുലൻസിന്റെ അവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ ലൈറ്റ്, എന്ത് ലൈറ്റ് ആണ്? റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റ് അല്ലെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള ലൈറ്റുകളെയാണ് നമ്മൾ ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. These flash in order to attract the attention of others road users as the ambulance approaches or to provide warning to motorists. Motorist എന്ന് പറഞ്ഞാലും റോഡ് യൂസേഴ്സ് തന്നെയാണ് കേട്ടോ. റോഡ് ഉപയോഗിക്കുന്ന ആളുകള്, ചിലപ്പോ എന്താണ് വഴിയാത്രക്കാരാവാം, അല്ലെങ്കിൽ എന്താണ് വാഹനം ഓടിക്കുന്ന ആളുകളാവാം. ഓക്കെ, അപ്പൊ അവരെയാണ് നമ്മള് മോട്ടോറിസ്റ്റുകൾ എന്ന് പറയുന്നത്. റോഡ് യൂസേഴ്സ് തന്നെയാണ്. Motorist approaching a stopped ambulance in the dangerous position in order to the road. എന്താ പറയുന്നത്, നമ്മള് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റുകൾ ഉണ്ടാവും ആംബുലൻസിന്. അതുപോലെ തന്നെ ആംബുലൻസ് വരുമ്പോ അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് റോഡ് യൂസേഴ്സ്? എങ്ങനെയായിരിക്കാം? നമ്മളായാലും വഴി കൂടി നടന്നു പോകുമ്പോ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? അല്ലെ, സൈറൻ മുഴക്കിയിട്ടായിരിക്കാം വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആംബുലൻസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, നമ്മുടെ ഇവിടെ എത്താറായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ റോഡ് യൂസേഴ്സിനായാലും എന്തെങ്കിലും അപകട സാഹചര്യങ്ങളോ എന്തെങ്കിലും ആളുകളെ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആംബുലൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാഷ് ലൈറ്റുകളുടെയും അതുപോലെ തന്നെ സൗണ്ടുകൾ യൂസ് ചെയ്തത് കൊണ്ടാണ്. ഇനി എന്താണ്, ഈ മോട്ടോറിസ്റ്റുകള് ഇങ്ങനെയുള്ള സാഹചര്യങ്ങള്, ഇപ്പോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആംബുലൻസ് വന്ന് ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് ആ വ്യക്തിയെ നമ്മൾ ആംബുലൻസിലോട്ട് കടത്തണം അല്ലെ. അപ്പൊ എന്താണ്, അവിടെയും ആ ആംബുലൻസ് നിർത്തിയിടുമ്പോഴും സൗണ്ടുകൾ കൊടുത്തിട്ടുണ്ടാവും, സൗണ്ടുകൾ വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റു വാഹനക്കാര് എതിർ ദിശയിൽ നിന്നും നമ്മുടെ ഈ ദിശയിലേക്ക്, ആക്സിഡന്റ് നടക്കുന്ന ഈ ദിശയിലേക്ക് ദിശ മാറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈറൻ മുഴക്കിയിടുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും അപകടങ്ങള്, ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആംബുലൻസിലോട്ട് ഈ ആക്സിഡന്റ് നടത്തുന്ന അല്ലെങ്കിൽ ആക്സിഡന്റ് പേഷ്യന്റിനെ
കിടത്തണം അല്ലെ, കയറ്റി നമ്മൾ കൊണ്ടുപോകണം ആശുപത്രിയിലേക്ക്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ റോട്ടിൽ നിന്ന് ആംബുലൻസ് വാഹനത്തിലേക്ക് കയറ്റുന്ന സാഹചര്യത്തിൽ ഈ ആംബുലൻസ് എന്ത് ചെയ്യും? സൈറൻ മുഴക്കുന്നു. ആ സൈറൻ മുഴക്കിയിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് യൂസേഴ്സ് അല്ലെങ്കിൽ മോട്ടോറിസ്റ്റുകള് ആ വാഹനം ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ വാഹനം ഓടിക്കുന്ന ആളുകള് നമ്മുടെ ഈ അപകടം നടന്ന ദിശയിലോട്ട് വാഹനം ഓടിച്ച് ദിശ മാറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈറനുകള് മുഴക്കിയിടുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാണിംഗ് because are. ഇനി ആംബുലൻസിൽ ഉപയോഗിക്കുന്ന പല പല അല്ലെ നമ്മൾ കാണാം, നീല, റെഡ് അല്ലെ, അങ്ങനെയുള്ള പല കളേഴ്സും നമുക്ക് കാണാൻ പറ്റും ഫ്ലാഷ് ലൈറ്റിലൂടെ ഇല്ലേ, കാണാൻ പറ്റില്ലേ? അപ്പൊ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന വാണിംഗ് ലൈറ്റുകളുടെ കളേഴ്സ് ആണ്, കോമൺ കളേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ആംബർ ആൻഡ് വൈറ്റ്. ഓക്കെ, ആംബർ എന്ന് പറഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളർ ആണ് കേട്ടോ, ബ്രൗണിഷ് യെല്ലോ കളർ. കോമൺ കളേഴ്സ് എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ആംബുലൻസിൽ വാണിജ്യമായിട്ട് ഉപയോഗിക്കുന്ന കോമൺ കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് പറഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളർ. However, the colors may different in countries. അപ്പൊ പല കൺട്രീസ് അനുസരിച്ച് ഈ കളേഴ്സില് വ്യത്യാസം വന്നിരിക്കും അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും. There are several technologies presently used to achieve the flashing effect. These includes flashing the light bulb or LED, flashing or rotating halogens and strobe lights, which are commonly brighter than the incandescent lights. അപ്പൊ എന്താണ് നമ്മൾ ഇങ്ങനെ ഫ്ലാഷിംഗ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഫ്ലാഷിംഗ് ലൈറ്റുകള് ആംബുലൻസിലുണ്ട്. ആ ലൈറ്റുകള് LED ബൾബുകളായിരിക്കും കേട്ടോ. LED ബൾബുകളാണ് ഫ്ലാഷിംഗ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, LED ബൾബുകളാണ് അല്ലെങ്കിൽ എന്താണ് റൊട്ടേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഹാലോജൻസ്, റൊട്ടേറ്റിംഗ് ലൈറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത് LED ബൾബുകളായിരിക്കും. ഇനി സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഈ സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ആംബുലൻസിൽ 4 കോർണർ ഇല്ലേ? ആ 4 കോർണറിലും എന്താണ്, ഓരോ കോർണറിലും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങള്? ആംബുലൻസിന്റെ 4 കോർണറിലും. ഈ കാണാത്തവരോ ശ്രദ്ധിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആംബുലൻസ് പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആംബുലൻസിന്റെ 4 കോർണറിലും ബ്രൈറ്റ് ആയിട്ടുള്ള ഈ സ്ട്രോബ് ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. ഘടിപ്പിച്ചിട്ടുണ്ടാവും 4 കോർണറിലും ഉള്ള ലൈറ്റിനെയാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കാം അവിടെ പ്രത്യേകത? എന്താണ്? ഇൻകാൻഡിസെന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാല് മിന്നുന്ന ലൈറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ തിളങ്ങുന്ന ലൈറ്റിനെക്കാട്ടിലും ബ്രൈറ്റ് ആയിരിക്കും ഈ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ആംബുലൻസിലെ 4 കോർണർ ഉണ്ട്. ആ കോർണറിലുള്ള ലൈറ്റിനെയാണ് നമ്മൾ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് മിന്നുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന ലൈറ്റിനെക്കാട്ടിലും ബ്രൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി, it is the best practice to have 360 coverage with the active warning, enhancing the chances of vehicle being seen from all sides. അപ്പൊ എന്താണ് ഈ നമ്മള് ഇങ്ങനെയുള്ള ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്രീസ്
സേഫ്റ്റി അല്ലെ, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാണിങ്ങുകൾ അല്ലെ, ആക്റ്റീവ് വിഷ്വൽ വാണിങ്സുകള്, ഇങ്ങനെയുള്ള ലൈറ്റുകള് നമ്മള് ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റുകൾ വെക്കുന്നത് കൊണ്ട് തന്നെ 360 ഡിഗ്രി കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഈ ആംബുലൻസ് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ട്രാഫിക് ജാം ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വഴി നല്ല രീതിയിൽ കറക്റ്റ് ആക്കി കൊടുക്കാനായിട്ട് ഈ ലൈറ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ലൈറ്റുകൾ കാരണം എന്താണ്, നമുക്ക് ഏത് ദിശയിൽ നിന്നും, ഒരു പ്രദേശത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, വഴികളൊക്കെ കറക്റ്റ് ആക്കി വാഹനങ്ങളൊക്കെ റോഡിൽ നിന്ന് മാറ്റി അത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് വഴി. ഓക്കെ ആണോ? 4 പോയിന്റ്സ് ആണ് കേട്ടോ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്താണ്, ഇങ്ങനെയുള്ള ഈ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു പ്രദേശത്ത് ഒരു 360, അത് മൊത്തം ആ ഏരിയ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ലൈറ്റുകൾ കാരണം നമുക്ക് എന്താണ്, അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ എന്താണ് ആംബുലൻസ് വരുന്നത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ എന്താണ്, റോഡിൽ നിന്ന് വാഹനങ്ങളെ മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ആരോഗ്യം പെട്ടെന്ന് ആംബുലൻസ് വഴി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്, ആരോഗ്യക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് കാരണം, ഈ ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റുകൾ കാരണം ഈ പ്രദേശത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ 360 ഡിഗ്രി കവറേജ് ചെയ്യുന്നതിലൂടെ എവിടെ നിന്ന്, ആ പ്രദേശത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും ഈ വാഹനം, ഈ ആംബുലൻസ് വരുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് കാരണം, ഈ ലൈറ്റുകൾ കാരണം. അതുകൊണ്ട് തന്നെ അവിടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന്, അല്ലെങ്കിൽ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. പോയിന്റ്സ് വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ മൂന്നാമത്തെ പോയിന്റ്. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. മനസ്സിലായത് ആരാ, ആർക്കാ? ആർക്കും മനസ്സിലായില്ല മൂന്നാമത്തെ പോയിന്റ്? ഞാൻ പറയാം. LED ബൾബാണ് ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആംബുലൻസിന്റെ 4 കോർണറിലുള്ള ലൈറ്റുകൾ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്, അത് തിളങ്ങുന്ന ലൈറ്റിനേക്കാളും ബ്രൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഞാർക്ക് പറയാൻ പറ്റും മൂന്നാമത്തെ പോയിന്റ്? ആരുമില്ല മനസ്സിലായവര്? പാർവതി മൂന്നാമത്തെ പോയിന്റ് ആർക്ക് പറയാൻ പറ്റും? എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടെ മിസ്സേ? എന്താണ്?
എനിക്ക് മനസ്സിലായത് ഇപ്പൊ പറഞ്ഞു തന്നപ്പോ മനസ്സിലായത് ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ പ്രസന്റ്ലി ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത് LED ബൾബാണ്. പിന്നെ അതിന്റെ 4 സൈഡിലും ഒരു സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഉണ്ട്. അത് പുറമേന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് 4 കോർണറിലും കാണുന്ന ഒരു മിന്നുന്ന ലൈറ്റ് ആയിരിക്കും. അത് മറ്റേ തിളങ്ങുന്ന ഷൈനിങ് കൂടുതലുള്ള ആ ലൈറ്റിനെക്കാളും ബ്രൈറ്റ് ആയിരിക്കും. അതാണോ? ഓക്കേ, വെരി ഗുഡ്. ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഡൗട്ട് ഇല്ല, ആർക്കില്ല ഡൗട്ട്. ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് എടുക്കാം നമുക്ക് കേട്ടോ. ഡിസ്റ്റർബൻസ്. ഇനി അടുത്തതാണ് ഓഡിബിൾ വാണിംഗ് കേട്ടോ. ഓഡിബിൾ വാണിംഗ്. Besides visual warnings, ambulance can be equipped with audible warnings, sometimes known as a siren, which can alert people and vehicles to the presence of an ambulance before they can be seen. അപ്പൊ എന്താണ് വിഷ്വൽ വാണിങ്സ് അല്ലെ? വിഷ്വൽ വാണിങ്സ് പോലെയല്ല ഓഡിബിൾ വാണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഓഡിയോ അല്ലെങ്കിൽ ഓഡിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കേൾക്കാൻ പറ്റുന്ന വാണിങ്സ് ആണ്. അത് ഏതായിരിക്കും ആംബുലൻസിലുള്ളത്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാണിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാണിങ്സ് ഏതായിരിക്കാം? കാണാൻ പറ്റാത്ത, കേൾക്കുന്നതായിട്ടുള്ള സൗണ്ട്. അതിനെന്താ പറയാ നമ്മള്? എന്താ പറയാ? അലാം എന്നാണോ പറയാ? സംടൈംസ് as known as siren. ഓക്കെ, സൈറൻ മുഴുകിയിട്ടല്ലേ അല്ലെ നമ്മളാ മറ്റേ പിന്നാലത്തില് പറയാറുണ്ടല്ലേ, ആ നിലവിളി ശബ്ദം വിടുന്നത് ഇല്ലേ? ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മള് സൈറൻ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. Ambulance can be equipped with audible warnings, sometimes is known as siren, which can alert ആണല്ലേ പീപ്പിൾസിന്, അല്ലെങ്കിൽ വഴി കൂടി പോണ ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്താണ് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു അലേർട്ട് ആണ്. ഇതിന് വേണ്ടിയിട്ട് വാഹനം റോഡിൽ നിന്ന് മാറ്റിക്കൊടുക്കാൻ, ഇത്രയും പെട്ടെന്ന് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അലേർട്ട് ആണ് എന്ത്? സൈറൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് ഫോർ മെക്കാനിക്കൽ ബെൽസ്. അപ്പോ പണ്ട് കാലങ്ങളിലുള്ള ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഹിയറബിൾ ആയിട്ടുള്ള വാർണിംഗ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മെക്കാനിക്കൽ ബെൽസ്. മെക്കാനിക്കൽ ബെൽസ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് അവര് എന്ത് ചെയ്തിരുന്നത്? ആളുകളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീടാണ് ഈ സൈറൻ എന്ന അല്ലെങ്കിൽ സൈറൻ വാണിങ്സുകള്, അല്ലെങ്കിൽ എന്താണ് സൈറൻ പോലെയുള്ള ഓഡിയബിൾ വാണിങ്സുകള് പിന്നീട് മോഡേൺ ആയിട്ടുള്ള ആംബുലൻസില് വരുന്നത്. ക്ലിയർ ആയോ 2 പോയിന്റ്സും? ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് കാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ ആംബുലൻസ് ഉണ്ടായിരുന്നപ്പോ ഉപയോഗിച്ചിരുന്ന ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബെൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു. മെക്കാനിക്കൽ ബെൽസ് ഉപയോഗിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവര് രോഗികളെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത്. ഇനി മോഡേൺ ടൈം ആയപ്പോ അതിന് പകരമായിട്ട് എന്താണ് യൂസ് ചെയ്തത്? എന്തായിരുന്നു? സൈറനാണ്. ഓക്കെ, മനസ്സിലായോ രണ്ടിന്റെ ഡിഫറൻസ്? ക്ലിയർ ആയോ 2 പോയിന്റ്സും? ഓഡിബിൾ വാർണിംഗിന് 2 പോയിന്റ്സും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മോഡേൺ ടൈമില് സൈറൻസ് ആണ് പീപ്പിൾസിന് അലേർട്ട് ആയിട്ട് കൊടുത്തിരുന്നത്. ഇനി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു ചോദിക്കാം. അപ്പൊ എന്താണ് എഴുതേണ്ടത്? മെക്കാനിക്കൽ ബെൽസ്. ഓക്കെ, അത്രയും ഉള്ളൂ കേട്ടോ. 2 കാര്യങ്ങൾ മറക്കിയിരുന്നാൽ മാത്രം മതി ആ പോയിന്റ്സ്.
ഇനി തേർഡ് പോയിന്റ് നോക്കാം കേട്ടോ. തേർഡ് പോയിന്റ് നോക്കിയേ. മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ നൗ equipped with electronic sirens which produce a range of different noise which ambulance operators can use to attract more attention to themselves, especially when advancing through an insertion or in heavy traffic. ഇനി നിങ്ങള് ആംബുലൻസ് പോകുമ്പോ അതിന്റെ സൈറൻ മുഴക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ ഒരു മരിച്ച രോഗിയെ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് ആക്സിഡന്റ് കേസുള്ള ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴും ഇതിന്റെ സൈറൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ്. വെരി ഗുഡ്. ഡിഫറെന്റ് ആയിരിക്കും. ഇനി ശ്രദ്ധിക്കാത്തവര് നോക്കാട്ടോ. മരിച്ച ആളെ കൊണ്ടുപോകുമ്പോ എന്താണ്, അധികം എമർജൻസി ഒന്നുമില്ല, അയാളെ ചിലപ്പോ വീട്ടിലെത്തിക്കാം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ജോലി മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. ഈ മറിച്ച് ആക്സിഡന്റ് കേസൊക്കെ ആവുമ്പോ എന്താണ്, എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെ. അപ്പൊ അതിനുള്ള സൈൻ, അതിന്റെ നോയ്സ്, സൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ്. ഈ സൈറൻ മുഴക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കാം മരിച്ച ആളെ കൊണ്ടുപോകുമ്പോഴും. ഇനി എമർജൻസി കേസിൽ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴും അതിന്റെ നോയ്സ്, സൈറന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ശ്രദ്ധിക്കാത്തവര് ഇനി ശ്രദ്ധിച്ചോളാം കേട്ടോ. ഓക്കെ. എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. റേഡിയോ ഡാറ്റ സിസ്റ്റം, സിസ്റ്റം ഓഫ് കാർ റേഡിയോസ്. അപ്പൊ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാല് കാർ റേഡിയോസ് പോലെ തന്നെയാണ്. കാർ റേഡിയോ അറിയില്ലേ? അറിയോ കാർ റേഡിയോ എന്താണെന്ന്? കാറിന്റെ ഉള്ളില് റേഡിയോസ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം ഇപ്പൊ നമ്മുടെ ആംബുലൻസിൽ ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ ഇപ്പൊ എന്താണ്, ഇപ്പൊ റോഡിൽ കിടക്കുന്ന വാഹനങ്ങളില് ഒരു സർട്ടീൻ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക റേഞ്ചിനുള്ളില് ആ വാഹനത്തിൽ ഉണ്ടെങ്കിൽ പ്രത്യേക പ്രദേശത്ത് അവിടെ ഇപ്പോ ആംബുലൻസ് എത്താറായി എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പോ എന്റെ വാഹനത്തിലുണ്ട് ഈ റേഡിയോ, കാർ റേഡിയോസ് ഉണ്ട് എന്റെ വാഹനത്തിൽ. അതുപോലെ തന്നെ റേഡിയോ ഡാറ്റ സിസ്റ്റം നമ്മൾ വരുന്ന ആംബുലൻസിൽ ഉണ്ടെങ്കിൽ ആ ആംബുലൻസിൽ നിന്ന് ആ പ്രത്യേക പ്രദേശത്തുള്ള വാഹനങ്ങൾക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം. അപ്പൊ ഇതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഇപ്പൊ റോട്ടില് എന്താണ് ആംബുലൻസ് വരുന്ന റോട്ടില് ട്രാഫിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ കൊടുക്കുന്ന മെസ്സേജിലൂടെ കാർ റേഡിയോസ് വഴി നമുക്ക് എന്താണ് ആ വാഹനങ്ങള് റോഡിൽ നിന്ന് മാറ്റി ആ ആംബുലൻസിന് പോകുന്നതിന് വേണ്ടിയതായിട്ടുള്ള നല്ല രീതിയിലുള്ള റോഡ് എന്താക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ മറ്റു വാഹനങ്ങൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നു. ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്ന്? ആണോ? മനസ്സിലായോ എന്താണ് റേഡിയോ ഡാറ്റ സിസ്റ്റം? ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ദ ആംബുലൻസ് is equipped with a short range FM transmitter which terminates the radio of all cars within range. ഇപ്പോ ഈ കാർ റേഡിയോ പോലെ തന്നെയാണ് അല്ലെങ്കിൽ റേഡിയോ ഡാറ്റ സിസ്റ്റം പോലെ തന്നെയാണ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. FM ട്രാൻസ്മിറ്റർ അറിയാലോ. അതുപോലെ തന്നെ ഇപ്പൊ കാർ റേഡിയോസ് പോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ് FM ട്രാൻസ്മിറ്റർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആംബുലൻസിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി FM ട്രാൻസ്മിറ്ററിലൂടെ മറ്റു വാഹനങ്ങൾക്ക് സന്ദേശം അയക്കുകയും അതുപോലെ റോഡിലൂടെ ട്രാഫിക് മാറ്റി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ റേഡിയോ ഡാറ്റ സിസ്റ്റവും അതുപോലെ തന്നെ FM ട്രാൻസ്മിറ്റർ അതിന്റെ ഇതെന്ന് പറഞ്ഞത് കാർ റേഡിയോസും FM ട്രാൻസ്മിറ്ററും ഒന്ന് തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? കാർ റേഡിയോസ് പോലെ തന്നെയുള്ളതാണ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി നമ്മുടെ
ആംബുലൻസിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി ഈ ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് പാസ് ചെയ്യുകയും FM ട്രാൻസ്മിറ്റർ വഴി അത് മറ്റു വാഹനങ്ങളിലുള്ള ആളുകൾക്ക്, ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഒരു പ്രത്യേക റേഞ്ചിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ വാഹനത്തിലുള്ള ആളുകൾക്ക് അത് കിട്ടുകയും റോഡിൽ നിന്ന് വാഹനങ്ങള് മാറ്റിക്കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? കാർ റേഡിയോസും അതുപോലെ തന്നെ FM ട്രാൻസ്മിറ്ററും സെയിം തന്നെയാണ് കേട്ടോ, സെയിം പോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓഡിയബിൾ വാർണിംഗ്സ് ശ്രദ്ധിക്കേണ്ടത്, സൈറൻ മോഡേൺ ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്, പീപ്പിൾസിനുള്ള അലേർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് സൈറൻ ആയിരുന്നു. പിന്നീട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെൽസ് ആണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ RDS, എക്സ്പാൻഡ് RDS ചോദിക്കാറുണ്ട് കേട്ടോ, റേഡിയോ ഡാറ്റ. വായിച്ചു നോക്കിയ ഓഡിയബിൾ വാർണിംഗ്സ്. ക്ലിയർ ആയോ ഓഡിയബിൾ വാർണിംഗ്സ്? ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന 3 തരത്തിലുള്ള വാർണിംഗ്സ് ആണ് നമ്മൾ പഠിച്ചത്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, ഓഡിയബിൾ വാർണിംഗ്സ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് അല്ലെ. നമ്മളിങ്ങനെ ആംബുലൻസ് സർവീസ് ചെയ്യുമ്പോ അവർക്ക് അല്ലെങ്കിൽ ആംബുലൻസിന് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ, ഇല്ലേ? കോസ്റ്റ് കൊടുക്കണം അവർക്ക്. അപ്പൊ അതനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. The ambulance ride cost can be paid from several sources, and this will relay the local situation or kinds of service being provided by whom and to whom. അപ്പൊ എന്താണ്, നമ്മൾ ആംബുലൻസ് സർവീസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവർക്ക് നമ്മള് പോസ്റ്റ്, ആംബുലൻസ് സർവീസ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റ് കൊടുക്കണം. അതെങ്ങനെയൊക്കെ ആയിരിക്കാം? ചിലപ്പോ എന്താണ്, ലോക്കൽ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ്, കൈൻഡ്സ് ഓഫ് സർവീസ് അല്ലെ, സർവീസ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. ആർക്ക്, അതുപോലെ തന്നെ ആർക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ 4 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, നമുക്ക് ക്യാച്ച് ആവുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം പേ ചെയ്യുന്നത്, എമൗണ്ട് പേ ചെയ്യുന്നത് ആരായിരിക്കാം? പറഞ്ഞു നോക്കിയേ. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോ ഗവൺമെന്റ് എന്ത് പറയാനായിട്ട് അല്ലെ, ഗവൺമെന്റ് ആ പേരിൽ തന്നെയുണ്ട്. ആരാണ്? ഗവൺമെന്റ് ആണ് ആ പേയ്മെന്റ് അല്ലെങ്കിൽ ആ പോസ്റ്റ് കൊടുക്കുന്നത് അല്ലെ. The full or majority part of the cost of transport by ambulance is borne by the local, regional or national government. അപ്പൊ ചിലപ്പോ നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു തരം ആംബുലൻസ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ കൊടുക്കുന്ന, അവർക്ക് എമൗണ്ട് കൊടുക്കുന്നത് ആരായിരിക്കാം?
ഗവൺമെന്റ് ബേസ്ഡ് ആണ്. ഗവൺമെന്റ് ആണ് അവിടെ എന്ത് കൊടുക്കുന്നത്, പേയ്മെന്റ് പേ ചെയ്യുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ അത്? ഇനി എന്താണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് അല്ലേ? ആരായിരിക്കാം പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോ? വെരി ഗുഡ്, ഇൻഷുറൻസ്. ഓക്കെ, പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അല്ലെ, ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ, രോഗി തന്നെ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവ്സോ ഫാമിലിയോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഇൻഷുറൻസ്. വെരി ഗുഡ്. Cost of ambulance transport should be by themselves or through their insurance company. ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോ ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ ഇങ്ങനെയുള്ള ആംബുലൻസ് സർവീസിന്റെ കോസ്റ്റ് കൊടുക്കും. ക്ലിയർ ആയോ? ഇൻഷുറൻസ് സർവീസ് ഉള്ള രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഉള്ള, ഇൻഷുറൻസ് എടുത്തിട്ടുള്ള രോഗിയാണെങ്കിൽ, അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ ഈ ആംബുലൻസ് സർവീസിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, പേയ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ പേ ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇത് ഗവൺമെന്റ് ഫണ്ടഡ് ആണെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്നു, പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാര് അതിന്റെ എമൗണ്ട് പേ ചെയ്യുന്നു. എന്താണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്? ട്രാൻസ്പോർട്ട് ബൈ, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ചാരിറ്റി എന്താ? ചാരിറ്റി ചാരിറ്റി എന്താണ്? സേവനമായിട്ട്. ഓക്കെ, അതൊരു സേവനം. ഓക്കെ, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് by may be given free charge to patients by a charity, although contributions may be sought for service received. അപ്പൊ ഇതാണ് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പോ ഇതില് എങ്ങനെയാണ് കൊടുക്കുന്നത്, സേവനമായിട്ടാണ് അല്ലെ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ഓഫ് പേഷ്യൻസ്. അവര് പേയ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ് വാങ്ങിക്കില്ല, പകരം എന്താണ്, ഇപ്പൊ ആക്സിഡന്റ് കേസോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയൊക്കെ ആയിട്ട് മരിച്ച ആളുകളുടെ എന്തുണ്ടാവും, വാക്കർ ബെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വീൽ ചെയേഴ്സ് ഉണ്ടാവും, അത് അല്ലെങ്കിൽ വാക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അധികം ചീത്തയാവാത്തത് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസുകൾ, വാക്കർ ബെഡ്സ് ആവാം, അതുപോലെ വീൽ ചെയേഴ്സ് ആവാം, അതുപോലെ വാക്കേഴ്സ് ഒക്കെ ആവാം, ചീത്തയാവാത്തതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള അധികം ചീത്തയാവാത്ത വാട്ടർ ബെഡ്സ്, വീൽ ചെയേഴ്സ്, അതുപോലെ എന്താണ് വാക്കേഴ്സ്, ഇതുപോലെയുള്ള ഐറ്റംസ് മരിച്ചുപോയ അല്ലെങ്കിൽ കിടപ്പായിട്ട് കിടക്കുന്ന രോഗികളുടെ, അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ അവർ ചെയ്യുന്നത്. ക്യാഷ് ആയിട്ട് വാങ്ങിക്കില്ല, പകരം മരിച്ചുപോയ രോഗികളുടെ അധികം ചീത്തയാവാത്ത വീൽ ചെയേഴ്സ്, അതുപോലെ വാക്കേഴ്സ് ആവാം, വാട്ടർ ബെഡ്സ് ആവാം അല്ലെ, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെയുള്ള കിടപ്പ് രോഗികൾക്ക്, ഇതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്ക് കൊണ്ടുപോയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ഇനി എന്താണ് hospital funded service? Hospitals may provide the ambulance transport free of charge on the condition the patient uses the hospital service. ഇനി എന്താണ്, ഹോസ്പിറ്റലുകാര് തന്നെ ആംബുലൻസ് സർവീസിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നത്. എങ്ങനെയാവാം, എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഒരു രോഗി കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു കുറെ നാൾക്ക് ശേഷം അവിടെ കിടന്ന് തന്നെ, ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ അദ്ദേഹം മരിച്ചു. അപ്പൊ എന്താണ്, കുറെ നാളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും തുക എവിടെ ചെലവാക്കിയിട്ടുണ്ട്? അയാള് എവിടെ ചെലവാക്കിയിട്ടുണ്ട്? കുറെ നാളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ എവിടെ ചെലവാക്കും? ആ ഹോസ്പിറ്റലിൽ തന്നെ ചെലവാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്,
അയാള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം മരിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലുകാര് തന്നെ ആംബുലൻസ് സർവീസ് കൊടുത്തുകൊണ്ട് അയാളെ വീട്ടിലേക്ക്, അയാളെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിക്കുന്നു. ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലുകാര് തന്നെ ആ പേയ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. ക്ലിയർ ആയോ? ഫ്രീ ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. ക്ലിയർ ആയോ? എന്താണെന്ന് എക്സാമ്പിൾ എഴുതി വെക്കാട്ടോ, മനസ്സിലാവാത്തവര്. എന്താ പറഞ്ഞത്? ഒരു രോഗി കുറെ നാളായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അതിനുശേഷം കുറെ നാളായിട്ട് അദ്ദേഹം കുറച്ചു നാൾ അവിടെ കിടന്ന് അദ്ദേഹം മരിച്ചു. അപ്പൊ എന്താണ്? ആ രോഗിയുടെ ഒരു ഭൂരിഭാഗം സമ്പാദ്യവും ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു രോഗി മരിച്ചു കഴിഞ്ഞാല് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലുകാര് തന്നെ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, പോസ്റ്റിന്റെ ബേസിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണെങ്കിൽ എന്താണ്? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാരിറ്റി ആണെങ്കിൽ എന്താണ്? അവര് ക്യാഷ് ആയിട്ട് സ്വീകരിക്കില്ല, പകരം വീൽ ചെയർസോ വാട്ടർ ബെഡോ അല്ലെങ്കിൽ എന്താണ് വാക്കേഴ്സോ ഒക്കെ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഫണ്ടഡ് ആണെങ്കിൽ കുറെ നാളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രോഗി അവിടെ വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ ഭൂരിഭാഗവും സമ്പാദ്യവും ഹോസ്പിറ്റൽ ചെലവാക്കിയത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് 108 അല്ലെ, 108. എന്തായിരിക്കാം 108 എന്ന് പറഞ്ഞാല്? ആംബുലൻസിൽ വിളിക്കുന്ന നമ്പർ അല്ലേ? നമ്മള് ആംബുലൻസിൽ വിളിക്കാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 108 എമർജൻസി കോളിന് വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, how it works. When an ambulance emergency is intimated through 108, the caller collects the needed basic information and sends off services, OTP. Okay, off services. Primary information got includes. അപ്പൊ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ നമ്മള് 108 വിളിക്കും ഇല്ലേ? ആംബുലൻസിനെ വിളിക്കും അല്ലെ? അപ്പൊ കോൾ ചെയ്യുന്ന ആള് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ്? ഇപ്പൊ ഞാനാണ് ഇപ്പൊ വഴിയില്ല, ഞാൻ നടന്നു പോയപ്പോ ഒരു ആക്സിഡന്റ് കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ 108 വിളിച്ചു. അപ്പൊ 108 വിളിക്കുമ്പോ ഞാൻ എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം? എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആംബുലൻസ് ഡ്രൈവർക്ക് എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? പ്ലേസ്, ലൊക്കേഷൻ എവിടെയാണ്, കറക്റ്റ് പ്ലേസ് പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്ലേസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാ? കണ്ടീഷൻ, വെരി ഗുഡ്, രോഗിയുടെ കണ്ടീഷൻ, ലാൻഡ്മാർക്ക് കൊടുക്കണം, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ്. നോക്കി, ഫസ്റ്റ് പോയിന്റ്, when a call is placed from അല്ലെ ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി or town, exact location, ലാൻഡ്മാർക്ക്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എമർജൻസി ടൈപ്പ് അല്ലെ, എമർജൻസി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? എമർജൻസി ടൈപ്പ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ആക്സിഡന്റ് ആണോ? അതിനെ പെട്ടെന്ന് രോഗി കുഴഞ്ഞു വീണതാണോ? അല്ലെ? ഫസ്റ്റ് എയ്ഡുമായിട്ടൊക്കെ അവിടെ നിന്ന് എന്താണ് ആംബുലൻസിൽ വരേണ്ടതായിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കണ്ടീഷൻ, എങ്ങനെയുള്ള ടൈപ്പാണ്, എമർജൻസി സിറ്റുവേഷൻ ആണെന്നുള്ളത് അറിഞ്ഞു കൊടുക്കണം. എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് and the stage of the injury. ഇനി എത്ര പേർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത്? ചിലപ്പോ ഒരാൾക്കാവാം, അല്ലെങ്കിൽ എത്ര പേർക്ക്, 2 പേർക്കാണോ 3 പേർക്കാണോ, അങ്ങനെയുള്ള നമ്പർ നമ്മള് അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര പേർക്കാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്?
ഇനി എന്താണ്, അതുപോലെ തന്നെ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻജുർഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ ഇൻജുറി പറയേണ്ടത്. ഇനി എന്താണ്, കോളേഴ്സ് നെയിം, എന്റെ പേര് പറയാം, അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പറും കൊടുക്കാം അല്ലെ. കോണ്ടാക്ട് നമ്പർ ഓഫ് ലൊക്കേഷൻ കേഡൻസ് ഓഫ് ഇസ് നീഡഡ്. ഇപ്പൊ ഞാനാണ് കണ്ടതെങ്കിൽ എന്റെ പേരും കൊടുക്കാം, അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പറും അവർക്ക് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു വഴിതെറ്റി പോവാ അല്ലെ ആംബുലൻസ് ആയിട്ട് വരുമ്പോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ആ കറക്റ്റ് പ്ലേസിൽ തന്നെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മള് വിളിക്കുന്ന ആളുടെ പേരും കോണ്ടാക്ട് നമ്പറും നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാം. 108 എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പ്രൈമറി ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് നമ്മള് ആംബുലൻസ് അവർക്ക് വിളിക്കുമ്പോൾ കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്താണ്, emergency help sent through this process is expected to reach the site of the emergency in the average of 18 എന്താണ് 18 minutes. Pre-hospital care will be given to patients who are transported to the nearest hospital. The service is generally free to patient. അപ്പൊ എന്താണ്, സംഭവം നടന്ന 18 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, ആംബുലൻസ് സർവീസ് വന്ന ആ 18 മിനിറ്റിനുള്ളിൽ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നമ്മൾ. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ട്രാൻസ്പോർട്ടിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാ, പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു രോഗി ആക്സിഡന്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ. ഓക്കെ, ഇനി നിയറസ്റ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്താണ്, അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്, നമ്മളെ സംഭവം നടന്ന ഹോസ്പിറ്റല് അടുത്ത് തന്നെയാണെങ്കിൽ അവർക്ക് എന്താണ്, കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സംഭവം നടന്ന് അത് ഹോസ്പിറ്റലിൽ ഇത്തിരി ദൂരെയാണെങ്കിൽ എന്ത് കൊടുക്കണം, നമ്മള് എന്താ കൊടുക്കേണ്ടത്, എന്ത് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം അല്ലെ, അവർക്ക് പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. 18 മിനിറ്റിനുള്ളിൽ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇനി ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ആ ഹോസ്പിറ്റൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഹോസ്പിറ്റൽ കെയർ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ സംഭവം നടന്നിട്ട് അത് നടന്നത് ഹോസ്പിറ്റലിലെ തൊട്ടടുത്താണെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഹോസ്പിറ്റലിൽ ഇത്തിരി ദൂരമുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, നമ്മള് ക്യാഷ് കൊടുക്കണം. ഇനി 108 is generally by the EMRI, നോട്ട് ചെയ്ത് വെച്ചേ, Emergency Management and Research Institute, across more than 10 states in India. അപ്പൊ എന്താണ്, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ വരുന്നതാണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോ EMRIയുടെ കീഴിൽ വരുന്നതാണ് ആംബുലൻസ് സർവീസ്. അതുപോലെ തന്നെ എന്താണ്, 10 അല്ലെ, 10 സ്റ്റേറ്റിലും യൂസ് ചെയ്യുന്നത് ഏത് നമ്പർ ആയിരിക്കും, across more than the 10 states in India. 10 states 108 എന്ന നമ്പർ ആണ് എമർജൻസി കോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? across more than 10 states in India. 10 സ്റ്റേറ്റ്, 10 കൂടുതൽ സ്റ്റേറ്റിലും യൂസ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. ഇത്ര മനസ്സിലായോ? ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ആർട്ടിഫിഷ്യൽ വേണമെങ്കിൽ അല്ലെ അതിന്റെ കോമൺ കളേഴ്സ് ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന കോമൺ കളേഴ്സ് ആണ് റെഡ്, ബ്ലൂ, ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗണിഷ് യെല്ലോ കളർ. അതുപോലെ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പല പല കൺട്രീസ് അനുസരിച്ചും ഈ കളേഴ്സ് ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന ഈ വാണിംഗ് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് തന്നെ വരണം കേട്ടോ. ഓക്കെ, വായിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം. എക്സാമിന് എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഓരോ കാര്യങ്ങളും അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് തന്നെ വായിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു.